ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിൽ നിന്നുള്ള വൺ വേർഡ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധാപൂർവം പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് ഇൻ SI യൂണിറ്റ്? SI യൂണിറ്റിൽ ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻസ് എന്ന് പറയുന്നത് സെൽഷ്യസ്, ജൂൾ, കാലറി ആൻഡ് ഫാരൻഹീറ്റ്. ആൻസർ എന്ന് പറയുന്നത് ജൂൾ ആണ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree സെൽഷ്യസ് ഈസ് കോൾഡ് ഡാഷ്. അതായത് 1 gram വെള്ളത്തിനെ 1 degree സെൽഷ്യസ് ആയി ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേര്. ഓപ്ഷൻസ് സെൽഷ്യസ്, ജൂൾ, കാലറി, BTU. ആൻസർ എന്ന് പറയുന്നത് കാലറിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഡാഷ്. ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കോൾഡ്നെസ്, അതിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻസ് ഹീറ്റ്, പ്രഷർ, ടെമ്പറേച്ചർ, വിസ്കോസിറ്റി. ആൻസർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 BTU ഈസ് കോൾഡ് ഈസ് ഡാഷ് കാലറീസ്. ഒരു BTU എന്ന് പറയുന്നത് എത്ര കാലറിയാണ്? ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 1000 അല്ല, ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1000 കാലറി, 252 കാലറി, 42 കാലറി, ദെൻ 4.2 കാലറി. ആൻസർ 252 കാലറീസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് 1 LB ഓഫ് വാട്ടർ ത്രൂ 1 degree സെൽഷ്യസ് ഈസ് ഡാഷ്. അതായത് 1 LB ഓഫ് വാട്ടറിനെ 1 degree സെൽഷ്യസ് ആയി ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേര്. ആൻസർ CHU അഥവാ സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെട്രിക് സിസ്റ്റം ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഡാഷ്. മെട്രിക് സിസ്റ്റത്തിൽ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻസ് ഫാരൻഹീറ്റ്, കെൽവിൻ, ഡിഗ്രി സെന്റിഗ്രേഡ്, റീമർ. ആൻസർ എന്ന് പറയുന്നത് ഡിഗ്രി സെന്റിഗ്രേഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് മോസ്റ്റ് റാപ്പിഡ്ലി ബൈ ദ പ്രോസസ് ഓഫ് ഡാഷ്. വളരെ പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏത് മെത്തേഡിലൂടെയാണ്? ഓപ്ഷൻസ് കണ്ടക്ഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ ആൻഡ് കൺവെൻഷൻ. ആൻസർ എന്ന് പറയുന്നത് റേഡിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ ഈസ് ഡാഷ്. ആൻസർ അല്ല, ഓപ്ഷൻസ് ഡിഗ്രി കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി റീമർ. ആൻസർ എന്ന് പറയുന്നത് ഡിഗ്രി കെൽവിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ് ഈസ് ഡാഷ്. ഹീറ്റിന്റെ മെക്കാനിക്കൽ ഇക്വലന്റ് എത്രയായിരിക്കും? ഓപ്ഷൻസ് 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്, ദെൻ 042.0 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്, ദെൻ 4200 ജൂൾ പെർ കിലോഗ്രാം, നെക്സ്റ്റ് 420 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ആൻസർ എന്ന് പറയുന്നത് 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഈസ് ഡാഷ്. ഓപ്ഷൻസ് 0 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ്, 10 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഡിഗ്രി കെൽവിൻ? ഡിഗ്രി കെൽവിനിൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? ഓപ്ഷൻസ് 0 ഡിഗ്രി കെൽവിൻ, 273 ഡിഗ്രി കെൽവിൻ, 32 ഡിഗ്രി കെൽവിൻ, ദെൻ 373 ഡിഗ്രി കെൽവിൻ. ആൻസർ എന്ന് പറയുന്നത് ഡി, 373 ഡിഗ്രി കെൽവിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഡിഗ്രി കെൽവിൻ? ഡിഗ്രി കെൽവിനിൽ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയായിരിക്കും? ഓപ്ഷൻസ് 0 ഡിഗ്രി കെൽവിൻ, 273 ഡിഗ്രി കെൽവിൻ, 35 ഡിഗ്രി കെൽവിൻ, 373 ഡിഗ്രി കെൽവിൻ. ആൻസർ 273 ഡിഗ്രി കെൽവിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ? ഫാരൻഹീറ്റ് സ്കെയിൽ പ്രകാരം വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എത്രയാണ്? ഓപ്ഷൻസ് ഈ കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി 0 ഡിഗ്രി, 100 ഡിഗ്രി, ദെൻ 0 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി, 32 ഡിഗ്രി ആൻഡ് 212 ഡിഗ്രി, ദെൻ 273 ഡിഗ്രി ആൻഡ് 373 ഡിഗ്രി. ആൻസർ എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് 32 ഡിഗ്രി ആൻഡ് 212 ഡിഗ്രി ബോയിലിംഗ് പോയിന്റും ആയിരിക്കും. ഓക്കെ,
Next question, what is an example for convection method of heat transfer? Heat transfer ചെയ്യുന്നതിന് convection methodന് example ഏതാണ്? Boiling of water, heating of iron rod, heating of furnace, then heat from sun rays. ഇതിലേതാണ് ആൻസർ എന്നാണ്. അതായത് ബോയിലിംഗ് ഓഫ് വാട്ടർ, വെള്ളം തിളപ്പിക്കുന്നതാണ് കൺവെക്ഷൻ മെത്തേഡിന്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കൺവെൻഷൻ മെത്തേഡിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മെത്തേഡ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ വാട്ടർ? താഴെ പറയുന്നവയിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് വാട്ടറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? കണ്ടക്ഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ, അബ്സോർപ്ഷൻ. ആൻസർ എന്ന് പറയുന്നത് കൺവെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഡാഷ് 1, 2, 3, 4. ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് required to raise the temperature of 1 kilogram of substance through 1 degree Celsius is called dash. അതായത് 1 കിലോഗ്രാം സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേര്. ഓപ്ഷൻസ്: ലാറ്റന്റ് ഹീറ്റ്, മെൽറ്റിംഗ് പോയിന്റ്, സ്പെസിഫിക് ഹീറ്റ്, ബോയിലിംഗ് പോയിന്റ്. ആൻസർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ആണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീറ്റ് ഈസ് മെഷേർഡ് ബൈ ഡാഷ്. ഏത് മീറ്റർ ഉപയോഗിച്ചാണ് ഹീറ്റ് മെഷർ ചെയ്യുന്നത്? തെർമോമീറ്റർ, പൈറോമീറ്റർ, കലോറിമീറ്റർ, തെർമോകപ്പിൾ. ആൻസർ എന്ന് പറയുന്നത് കലോറിമീറ്റർ. ഓക്കെ, ഹീറ്റ് മെഷർ ചെയ്യുന്നത് കലോറിമീറ്റർ, ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ. ഓക്കെ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ എബവ് 350 ഡിഗ്രി സെൽഷ്യസ്? 350 ഡിഗ്രി സെൽഷ്യസിന് മേളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: തെർമോമീറ്റർ, പൈറോമീറ്റർ, കലോറിമീറ്റർ, തെർമോകപ്പിൾ. ആൻസർ എന്ന് പറയുന്നത് പൈറോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഹീറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ ഓഫ് റെഡ് ഹോട്ട് മെറ്റൽസ് അപ് ടു 3000 ഡിഗ്രി സെൽഷ്യസ്? ഏകദേശം 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ഒരു മെറ്റലിനെ ചൂടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്, ചൂടാക്കുന്നതിന് ആ ഹീറ്റിനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്ന് പറയുന്നത് തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ, പൈറോമീറ്റർ, റേഡിയേഷൻ പൈറോമീറ്റർ, കലോറിമീറ്റർ. ആൻസർ റേഡിയേഷൻ പൈറോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് ഈസ് ഡാഷ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് എത്രയാണ്? 252 കലോറീസ് പെർ ഗ്രാം, 80 കലോറീസ് പെർ ഗ്രാം, 100 കലോറീസ് പെർ ഗ്രാം, then 25 കലോറീസ് പെർ ഗ്രാം എഫ്. ഓപ്ഷൻ എന്ന് പറയുന്നത് 80 കലോറീസ് പെർ ഗ്രാം. ഓക്കെ, നെക്സ്റ്റ് കൺവേർഷൻസ് ആണ്. അത് ഞാൻ പഠിപ്പിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് ഈസ് ഡാഷ്. ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ, വാട്ട്, ജൂൾ, പാസ്കൽ. ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ജൂൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 BTU ഈസ് ഈക്വൽ ടു ഡാഷ് കലോറീസ്. ഒരു BTU എന്ന് പറയുന്നത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. ഒരു BTU എന്ന് പറയുന്നത് എത്ര കലോറിയാണ്? ആൻസർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 242 കലോറി, 252 കലോറി, 224 കലോറി, ദെൻ 262 കലോറി. ആൻസർ എന്ന് പറയുന്നത് 252 കലോറീസ്. ഓക്കെ, നെക്സ്റ്റ്, ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ ഈസ് ഇൻ ഡാഷ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഡിഗ്രി കെൽവിൻ ആണ്, കെൽവിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീറ്റ് ഫ്രം സൺ റീച്ചസ് എർത്ത് ബൈ ഡാഷ്. സൂര്യനിൽ നിന്നും എർത്തിലേക്ക് ഹീറ്റ് എത്തുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻസ് താഴെ പറയുന്നു: ഡിഫ്രാക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ. ആൻസർ എന്ന് പറയുന്നത് റേഡിയേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ് ബൈ ഡാഷ്. സോളിഡ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? റേഡിയേഷൻ, കൺവെക്ഷൻ, കണ്ടക്ഷൻ, റിഫ്ലക്ഷൻ. ആൻസർ കണ്ടക്ഷൻ. ഓക്കെ, ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഈസ് ലിക്വിഡ് ബൈ ഡാഷ്. ലിക്വിഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേര്. ഓപ്ഷൻസ്: റേഡിയേഷൻ, കൺവെക്ഷൻ, കണ്ടക്ഷൻ, റിഫ്ലക്ഷൻ. ആൻസർ കൺവെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ സെന്റിഗ്രേഡ്? സെന്റിഗ്രേഡിൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണ്? ഓപ്ഷൻസ്: 0 ഡിഗ്രി, 40 ഡിഗ്രി, 100 ഡിഗ്രി സെൽഷ്യസ്, 32 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ്?
ഫാരൻഹീറ്റ് സ്കെയിൽ പ്രകാരം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? ഓപ്ഷൻസ് 40 ഡിഗ്രി ഫാരൻഹീറ്റ്, 38 ഡിഗ്രി ഫാരൻഹീറ്റ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് 38 ഡിഗ്രി ഫാരൻഹീറ്റ്. ആൻസർ എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിറൈവ്ഡ് യൂണിറ്റ് ഫോർ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ SI യൂണിറ്റ്? ഓക്കെ, SI യൂണിറ്റിൽ ഹീറ്റിന്റെ ഡിറൈവ്ഡ് യൂണിറ്റ് ഏതാണ്? വാട്ട് ഈസ് ദ ഡിറൈവ്ഡ് യൂണിറ്റ് ഫോർ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ SI യൂണിറ്റ്? ആൻസർ എന്ന് പറയുന്നത് ജൂൾ ആയിരിക്കും, ജൂൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് ഡാഷ്. ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും? ഓപ്ഷൻസ് 47, 57, 37, 87 ഡിഗ്രി. ആൻസർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ഇൻ വിച്ച് മെത്തേഡ് ഓഫ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ വാട്ടർ. വാട്ടറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, അബ്സോർഷൻ. ഓക്കെ, കൺവെക്ഷൻ, അതാണ് ആൻസർ, കൺവെക്ഷൻ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ യൂണിറ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അത് നമ്മൾ എന്തിലാണ് പറയുന്നത്? ഓപ്ഷൻസ് നമ്പർ പെർ സെക്കൻഡ്, നമ്പർ പെർ ഡിഗ്രി സെൽഷ്യസ്, നമ്പർ പെർ സെൽഷ്യസ്, ദെൻ നമ്പർ പെർ ലെങ്ത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് നമ്പർ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഡാഷ്. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എത്രയായിരിക്കും? ഓപ്ഷൻസ് 3, 1, 4, 5. ആൻസർ 1 ആണ് ആൻസർ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായോ? ഇത് 2 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഇത് ഇത്രയും വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.